ഹായ് ഹലോ നമസ്കാരം. ഞാൻ ഒരുപാട് നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത് പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുവാണ്. ഈ ഒരു യാത്രയിൽ രണ്ട് വലിയ സന്തോഷങ്ങളുണ്ട്. ഫസ്റ്റ് സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. അമ്മയ്ക്ക് 69 വയസ്സുണ്ട്. അപ്പം അമ്മയുടെ ആദ്യത്തെ ഓൾ ഇന്ത്യ ട്രിപ്പാണിത് ബൈ റോഡ്. രണ്ടാമത്തെ സന്തോഷം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ പുതിയ ഹൈക്രോസിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഹൈക്രോസിൻ്റെ ആദ്യത്തെ ഓൾ ഇന്ത്യ ട്രിപ്പാണിത്. ആക്ച്വലി ഡൽഹി ഞങ്ങൾക്കൊരു കല്യാണമുണ്ട്, ഞങ്ങളുടെ കസിൻ്റെ കല്യാണമാണ്. അപ്പം ഡൽഹിയിൽ ആ കല്യാണം കൂടണം. അപ്പോൾ 3 ദിവസത്തോളം ആ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഡൽഹിയിലുണ്ട്. എല്ലാ ലഗേജ് എല്ലാം നമ്മൾ വെച്ചു. കാരണം ഫസ്റ്റ് ട്രിപ്പിനകത്തെന്ന് പറഞ്ഞാൽ എൻ്റെ ലഗേജ് മാത്രം മതിയായിരുന്നു. ഇതിപ്പം അമ്മയുടെ ലഗേജുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ബാക്കി സാധനങ്ങളെല്ലാം ഇതിനകത്ത് പാക്ക് ചെയ്യണം. അപ്പോൾ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഞാനിപ്പോൾ ഈ രണ്ടാമത്തെ യാത്ര ചെയ്യുമ്പം ഞാൻ വെള്ളം ഞാൻ കൊണ്ടുപോകുന്നില്ല. ഇവിടുന്ന് ചുമന്നുകൊണ്ട് ഞാൻ പോകുന്നില്ല. വെള്ളം ഞാൻ വഴിയിൽ നിന്ന് നമ്മൾ മേടിക്കാനുള്ള പ്ലാനാണ്, മിനറൽ വാട്ടർ. കാരണം ഞാൻ ഫസ്റ്റ് സീസണിൽ പോയപ്പം കാരണം എല്ലായിടത്തും വെള്ളം കിട്ടുന്നുണ്ട്. അപ്പം പിന്നെ നമ്മൾ വെള്ളം ചുമന്നുകൊണ്ട് പോകേണ്ട കാര്യങ്ങളില്ല. അതൊരു എക്സ്ട്രാ നമുക്കൊരു ബാധ്യതയായിപ്പോവും. അപ്പം കാരണം നമ്മൾ ഒരു 4 ബോട്ടിൽസ് ഉണ്ട് നമ്മുടെ കൂടെ. ആ 4 ബോട്ടിൽസ് നമ്മളെപ്പോഴും റീഫിൽ ചെയ്ത് പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 4 ബോട്ടിൽസ് എന്ന് പറയുമ്പോൾ 4 ലിറ്റർ വെള്ളത്തോളം നമ്മുടെ കയ്യിൽ എപ്പോഴും സ്റ്റോക്കായിട്ട് കാണും. പിന്നെ ബാക്കി ഇവിടെ യൂഷ്വൽ ഫുഡ് ഐറ്റംസും ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പം ഇങ്ങനെയാണ് ഞങ്ങളുടെ യാത്ര. പിന്നെ ഈ ഒരു സീറ്റ് എപ്പോഴും ഞാൻ ഇതിലൊന്നും വെക്കാത്ത രീതിയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അമ്മയ്ക്കൊന്ന് ബാക്കിലിരിക്കണമെങ്കിലും, കാരണം ഇതൊരു ഓട്ടോമാൻ സീറ്റാണ്. അപ്പോൾ അതൊക്കെ ഞാൻ യാത്രയിൽ കാണിച്ചു തരാം. ഇതിൽ നമുക്ക് കാല് നേരെ നീട്ടി വെക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ഒരു സീറ്റ് എപ്പോഴും ഫ്രീ ആക്കിയിടാൻ, ഈ ബാക്കിലെ ഒരു സീറ്റ് എപ്പോഴും ഞാൻ ഫ്രീ ആക്കിയിടാൻ ശ്രമിക്കും. ബാക്കി എല്ലായിടത്തും ഞാൻ സാധനങ്ങളെല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട്. എനിവേ നമുക്ക് ഡൽഹി ചെന്നിട്ടാണെങ്കിലും കസിൻസൊക്കെ ഉണ്ട്. അപ്പോൾ അവരോട് യാത്ര ചെയ്യുമ്പോഴും എനിക്ക് ഈ ബാഗ് എടുത്ത് നേരെ പുറകെ വെച്ചാൽ എനിക്ക് ഈ 2 സീറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടങ്ങി. സമയം 8 മണിയായപ്പോഴാണ് യാത്ര തുടങ്ങി. അപ്പോൾ ഇവിടെ നേരെ ഞങ്ങൾ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ എത്തത്തില്ല, മുമ്പ് കൃഷ്ണഗിരി താങ്കൾ താമസിക്കാൻ വേണ്ടിയാണ്. കാരണം ബാംഗ്ലൂരിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ട്രാഫിക് ആവും. അടുത്ത ദിവസം ബാംഗ്ലൂർ വഴി ഞങ്ങൾ നേരെ സോലാപ്പൂർ വിടാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വീഡിയോയ്ക്ക് അത് പറഞ്ഞ പോലെ തന്നെ അപ്പം ഞങ്ങളുടെ ഈ യാത്രയിൽ അമ്മയുണ്ട്. അമ്മയുടെ ആദ്യത്തെ ഓൾ ഇന്ത്യ ട്രിപ്പാണ്. ആക്ച്വലി അമ്മ 1971 അല്ലേ അമ്മ? 78 വരെ അമ്മ ഡൽഹിയിലുണ്ടായിരുന്നു. ഡൽഹിയിൽ തീരത്രാം ഹോസ്പിറ്റലിൽ അമ്മ നേഴ്സായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഡൽഹിയായിട്ട് അമ്മയ്ക്ക് ഒരു കണക്ഷൻ ഉണ്ട്. പക്ഷേ ഇങ്ങനെ റോഡ് മാർഗമൊക്കെ ആദ്യമായിട്ടാണ് അമ്മയുടെ ആദ്യത്തെ എക്സ്പീരിയൻസ്. അപ്പോൾ അത് ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര ഒരു ചാലഞ്ചിങ് ആണ്. ഇപ്പം കോഴഞ്ചേരി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡൊക്കെ ആകുന്നു. ഇവിടുന്ന് നേരെ കുമളി വഴിയാണ് പോകുന്നത്. ഞാൻ ഇപ്രാവശ്യം ട്രിപ്പ് പോകുന്നത് കാരണം വെച്ചാൽ നമ്മൾ പാലക്കാടൊക്കെ കേരളം കടക്കുക പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ നമ്മൾ കേരളം കടക്കുക. അപ്പം അതുകൊണ്ട് കുമളിയാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് എൻ്റെ ഒരു പ്രിയപ്പെട്ടൊരു ഹോട്ടലുണ്ട്, മുണ്ടക്കയത്ത് റാണി എന്ന് പറഞ്ഞാൽ. നല്ല അടിപൊളി പൊറോട്ടയും മീൻകറിയും കിട്ടും ഇവിടെ. അവിടെ നിന്നാണ് ഞങ്ങളുടെ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ അവിടെ നിന്ന് ഫുഡ് തുടങ്ങും. അവിടെ നിന്ന് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഞങ്ങളുടെ ഇത്രയും യാത്രയിൽ. ഈ യാത്രയിൽ ഞാനിപ്പം ആക്ച്വലി വണ്ടിയുടെ സർവീസ് 10,000 കിലോമീറ്ററിൻ്റെ ചെയ്തായിരുന്നു. ടൊയോട്ടയായിട്ട് ഞാൻ ഒരാഴ്ച മുമ്പ് ഡിസ്കസ് ചെയ്തായിരുന്നു, ഇങ്ങനെ ഒരു യാത്ര പോകുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. കാരണം ഇതൊരു ഹൈബ്രിഡ് വണ്ടിയായിട്ട് ഞാൻ ആ ഹൈബ്രിഡുമായിട്ടുള്ള ആദ്യത്തെ യാത്രയാണല്ലോ. അപ്പോൾ ഹൈബ്രിഡ് എന്ന് വെച്ചാൽ ഒരു ഇലക്ട്രിക്കലും ഒരു പെട്രോളോടെ കമ്പൈൻ ചെയ്തൊരു എഞ്ചിൻ ടെക്നോളജി ഒക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ലോങ് ട്രിപ്പ് എങ്ങനെയാണെന്നൊക്കെ എനിക്ക് അവരോട് ഡിസ്കസ് ചെയ്യണം. അപ്പം അവർ പറഞ്ഞു വേറെ ഒന്നുമില്ല, നിങ്ങൾ 10,000 സർവീസ് മാത്രം ചെയ്താൽ മതി. ഇതിൻ്റെ ഇടയ്ക്കൊന്നും നമ്മൾ സർവീസ് ചെയ്യുമോ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ 5,000 ആകുമ്പോൾ ഒരു അലൈൻമെൻറ്റ് ചെയ്യണം. അത് ഇതിന് ടൊയോട്ട ഷോറൂം നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ബുക്ക് ചെയ്തിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഞാൻ വണ്ടി എടുത്ത പിന്നെ വാഷിംഗ് എല്ലാം ടൊയോട്ട തന്നെ ചെയ്യുന്നത്. കാരണം ഇതൊരു ഹൈബ്രിഡ് വാഹനമായതുകൊണ്ട് ഇതിന് ഒരുപാട് ഹൈ വോൾട്ടേജ് വയറുകൾ ഇതിൻ്റെ അടിയിൽ കൂടെ പോകുന്നുണ്ട്. അപ്പം ടൊയോട്ട പ്രത്യേകം റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് അടിയിൽ പ്രഷർ വാഷറിട്ട് നമ്മൾ വാഷ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ മഴയത്തൂടെ പോകുന്ന പോലല്ല, നമ്മളൊരു ഭയങ്കര ശക്തമായ രീതിയിൽ പ്രഷർ വാഷറിട്ട് അടിയിലൊക്കെ നമ്മൾ കഴുകിയാൽ അതിന് ഒരുപാട് ഇലക്ട്രിക്കൽ വയറുകൾ പോകുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് ബാധിക്കും. അപ്പം ഈ അലൈൻമെൻറ്റ് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് ഞാൻ ടൊയോട്ട തന്നെ അങ്ങ് വാഷ് ചെയ്യാനുള്ളൊരു പ്ലാനിലാണ് ഇങ്ങനെ നോക്കുന്നത്. അപ്പോൾ അവർ ഇന്നലെ ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ എല്ലാം ചെക്കപ്പ് എല്ലാം ചെയ്തു, എല്ലാം ഡയഗ്നോസ് ചെയ്തു. അതെല്ലാം പ്രോപ്പറായിട്ട് എല്ലാം അതിൻ്റെ ടെമ്പറേച്ചറും എല്ലാം പ്രോപ്പർ കൺട്രോൾഡ് ആണ്. ബാറ്ററി ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും എല്ലാം പ്രോപ്പറാണ്. ഇതെല്ലാം ഇന്നലെ അവർ ഡയഗ്നോസ് ചെയ്തു, എല്ലാം ഓക്കെയാണ്. ഇത്രയൊക്കെയാണ് വണ്ടിയുടെ പ്രിപ്പറേഷൻ ചെയ്തിരിക്കുന്നത്. ഇല്ല പിന്നെ ടയർ പ്രഷർ ആണെങ്കിൽ ഇവിടെ ഇതെല്ലാം കാണിക്കും, നമുക്ക് കാറ്റ് എത്ര ഉണ്ട് എന്നുള്ളതെല്ലാം അത് കാണിക്കും. അപ്പോൾ അതൊരു വലിയ ഒരു പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രിപ്പറേഷൻ അത് ചെയ്തിരിക്കുന്നത്. ഇനി തുടർന്നുള്ള കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. അങ്ങനെ ഇപ്പോൾ കുമളിയിലെത്തി. ഫസ്റ്റ് സംസ്ഥാനത്തിലേക്ക് കയറുവാണ് തമിഴ്നാട്. ഇപ്പം മൊത്തം ഒരു
10 സംസ്ഥാനത്തോളം ഞാനിപ്പം ഈ യാത്രയെ കയറുന്നുണ്ട് തോന്നുന്നു. അല്ലേ ആദ്യത്തെ സംസ്ഥാനമാണ് തമിഴ്നാട്. ഇന്ന് ഭയങ്കര ശാന്തമാണ് ഈ ചെക്ക് പോസ്റ്റ്. സാധാരണ ഭയങ്കര തിരക്കാണ്. കുമ്മളി ടൗണിലും ഭയങ്കര തിരക്ക് കുറവാണ്. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ ഇപ്പം ഞങ്ങൾ സേലത്തെത്തി. സമയം ഇപ്പം 5:45 ഇപ്പോഴാണ് കഴിക്കുന്നത്. സത്യം പറയാൻ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല. ഞങ്ങളിങ്ങനെ പോരുമായിരുന്നു. ഇപ്പം ഞങ്ങളൊരു സേലത്ത് ഒരു ശരവണ ഭവനുണ്ട്, നല്ല അടിപൊളി ദോശയൊക്കെ കിട്ടുന്ന അവിടെ. അപ്പോൾ അവിടെ കയറി ഞങ്ങൾ 2 മസാല ദോശയൊക്കെ ഓർഡർ ചെയ്തു. ഇതിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ വട എത്തിരിക്കുകയാണ്. എങ്ങനെയുണ്ടമ്മ യാത്ര? എങ്ങനെയുണ്ട് യാത്ര? നല്ലതായിട്ട് തന്നെ തോന്നുന്നു. മുന്നോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. തുടങ്ങിയിട്ടേ ഉള്ളൂ. Day 1 ആണ്. 5 ദിവസം എടുക്കും ഡൽഹി എത്താൻ. എന്തായാലും ഞങ്ങൾ വട കഴിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഞങ്ങളുടെ മസാല ദോശ എത്തിയിരിക്കുകയാണ്. എനിക്ക് മസാല ദോശ, അമ്മയ്ക്ക് മസാല ദോശ, പിന്നെ സേലത്തെ ഞങ്ങൾക്ക് സെർവ് ചെയ്യുന്ന ചേച്ചി.